വെൽക്കം ഓൾ. നമ്മളങ്ങനെ ഫൈനലി കൊടൈക്കനാലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കൊടൈക്കനാലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഗൈസ് നമ്മള് ഫൈനലി നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങനെ നമ്മളെല്ലാവരും കൂടി കൊടൈക്കനാൽ കറങ്ങാൻ ഇറങ്ങുകയാണ് ഗൈസ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഭയങ്കര തിരക്കാണ്. ഇതാണ് ഇന്നത്തെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്. പോവാണ്. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഗുണ കേവിലാണ്. You have to visit here once in a lifetime. ഉള്ളത് ഗുണ ഗെയിംസ് ആണ്. ഗുണ ഗെയിംസിലെ അടിപൊളി വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ല രസമുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആണ്. വരുന്നത് എന്താ പറയുക, സ്റ്റാർട്ടിങ് കയറുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. വായ നോക്കണേ ഒരു കുറവില്ല ഗൈസ്. എല്ലാം കൊണ്ടും അടിപൊളി വൈബാണ്. എന്താ പറയാ, നല്ല രസമുണ്ട്. വെയിറ്റ് ഗൈസ്, ഞാൻ കാണിച്ചുതരാം. ഇവിടെ കാണാൻ തന്നെ ഇത് ഭയങ്കര ഒരു ടൈം ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നല്ല രസമുണ്ട്. സ്റ്റാർട്ടിങ് കയറും മുതൽ ഭയങ്കര രസം. ബാക്കിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. വിഷ്വൽ ബ്യൂട്ടി. എന്ത് ഭംഗി നിന്നെ കാണാൻ. എവിടെയൊക്കെയോ ഉണ്ട്, ഏതൊക്കെയോ സ്ഥലത്തുണ്ട്. ഒരു സംഭവം കാണിച്ചുതരാം. ഇതൊന്ന് സ്ഥലം അടിച്ചു. എന്താ സ്ഥലം എന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. വ്ളോഗിലുണ്ടോ? സ്വന്തം ശരത്തേട്ടനാണ്. ശരത്തേട്ടൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗിൽ വരുന്നുള്ളൂ. പിന്നെ ഒന്നാമത്തെ കാര്യം ഇവിടെ കാണാൻ സമയം കിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. നല്ലൊരു സ്ഥലം കണ്ടില്ലേ? ഈ ഒരു സ്ഥലം കണ്ടിട്ട് ഫസ്റ്റ് ടൈം ആണ് കാണാൻ ചേർത്തിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായത്തിൽ എന്തൊക്കെയാണ്? പേരുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് പറയൂ. ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഭാര്യ വീട്ടിൽ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വായ നോക്കുന്ന കാര്യമാണ് ഗൈസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിത്യ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ, കെട്ടിനോടെ കിടന്ന് നല്ല വായ നോക്കാൻ. ഗിരിരാജൻ, ഇത് കാട്ടുകോഴി. ഞാൻ വായ നോക്കുന്നില്ല ഗൈസ്.
ഹായ് അനീഷേട്ടൻ. ഒരാള് പരിചയപ്പെടുത്തി ഫാമിലി ആയിട്ട് നിൽക്കുമ്പോ നമ്മളവിടെ പോയി വ്ളോഗ് ചെയ്യരുതല്ലോ. ഇൻക്ലൂഡ് ആണേ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. വ്ളോഗാണ്. ഇനി ഒരാളെ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ സ്വന്തം അനീഷേട്ടൻ. ചേച്ചി അതിഥി കുട്ടി, ചേച്ചിയുടെ ഹർഷ ചേച്ചി. ഒരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ. ഹായ്. അനീഷേട്ടന് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൊടൈക്കനാലിലെ പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ സ്വന്തം സന്തോഷേട്ടൻ. ഹലോ. പിന്നെ കൊടൈക്കനാൽ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ഞാൻ കൊടൈക്കനാൽ ഒന്നാം പ്രാവശ്യം. ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ടൈം തേർഡ് ടൈം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ഇതാണ് ഞങ്ങൾ ജിതിൻ ചേട്ടൻ. ജിതിൻ ചേട്ടൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈമാ? എങ്ങനെയുണ്ട് വന്നിട്ട്? ഇഷ്ടമായ? അടിപൊളി. ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ കണ്ട സ്പോട്ടിൽ ഏറ്റവും ഇഷ്ടമായിട്ടാ. ഇപ്പൊ നമ്മൾ പോയതാ. അതായത് ആ സ്ഥലത്തിന് പേര് ഓക്കെ അതുണ്ട്. ഇതാണ് ഞങ്ങളുടെ നവാസ് ചേട്ടൻ. ഏട്ടയുടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കുറെ പ്രശ്നമുണ്ട്. ഏട്ടൻ മെയിൻലി ട്രാവലിംഗ് എങ്ങനെയാണോ? സ്ഥലം എവിടെയാണ്? സ്റ്റീപ്പിൾ സ്ഥലം എവിടെയാ? അപ്പം ഏട്ടൻ ഫസ്റ്റ് ടൈം അല്ല ഇവിടെ വരുന്നത്. ഏട്ടൻ കുറെ പ്രാവശ്യം വരുന്നുണ്ട്. ഏട്ടൻ്റെ റൈഡൊക്കെ അടിപൊളിയാണ്. നമ്മൾ വണ്ടിയിൽ സെറ്റാണ്. നല്ല ഡ്രസ്സായിരുന്നു വരാനൊക്കെ. കൊടൈക്കനാലിലെ അടിപൊളിയായിട്ടുള്ള സ്ഥലത്താണിത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മള് മഞ്ഞുമ്മൽ ബോയ്സ് ഒക്കെ ഷൂട്ട് ചെയ്ത സൂയിസൈഡ് പോയിന്റിലാണ് ഉള്ളത് അല്ലേ? ടീ ഷോപ്പാണിത്. അതുകൊണ്ടാണ് ചായ ഒക്കെ കുടിച്ചു. സെറ്റാണ്. നിനക്ക് എന്താ വേണ്ടത്? പിന്നെ ഷഹനാസ്ക്ക് എന്താ വേണ്ടതെന്ന് പറയൂ. ക്യാപ്പ് എടുക്കണോ? ബ്ലാക്ക് ആണോ എടുക്കുന്നത്? സൗണ്ടോ സൗണ്ടോ സൂയിസൈഡ് പോയിന്റ്.
എന്റെ ഫോണൊക്കെ പോയി തീർത്ത്. നീ തോട് ഒരൊറ്റ തരുള്ളൂ ഒരാൾക്ക്. ഫോൺ കൊണ്ടുവിട്ടോ പിന്നെ എന്റെ ഫോൺ തൊട്ട് നിന്നെ കൊല്ലോട്ട്. നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുള്ള പട്ടി കേട്ടോ. ഷഹനാസിനെ പോലത്തെ കോഴികളുണ്ട്. ഷഹനാസിന്റെ പിന്നെ ഒന്നും സെറ്റ് ആവുന്നില്ല. ഷഹനാസ് ഭയങ്കര നല്ല തിരക്കാണ്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ. ഹായ് കുതിര, നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവുകയാണ് ഗൈസ്. ഗുണാക്കേവിൽ തന്നെ കാണപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഫാന്റാസ്റ്റിക് വ്യൂ പോയിന്റ് തരുന്ന ഒരു പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന ഒരു പ്ലേസിലാണുള്ളത്. ഏകദേശം നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു സ്ഥലത്തേക്കുള്ളത്. അപ്പം ഇവിടെ നോക്കി തന്നെ കാണാൻ പറ്റും, കുറേ ആഴമുള്ള കുറേ കൊക്കകളാണ് ഇവിടെ മെയിൻലി കാണപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ കൈവരികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രണയ കഥയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ബ്രിട്ടീഷുകാരനായ ഡേവിഡ് ഗിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫിനെയും കൂട്ടിയിട്ട് ഇവിടെ വരുമ്പം അദ്ദേഹത്തിൻ്റെ വൈഫ് മലമുകളിൽ നിന്ന് താഴേക്ക് വീണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മരണപ്പെടുകയും പിന്നീട് അദ്ദേഹം ഇവരുടെ വൈഫിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു മരക്കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം ഇതാണ് ഈ ഒരു സ്റ്റോറി. അങ്ങനെ നമ്മൾ ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ചു. നമ്മളിനി ഫൈനൽ സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ കൊടായി ലേക്സിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളെവിടെ പോകുന്നത് ഗൈസ്? നമ്മളെവിടെ പോകുന്നത്? ലേക്കിലോട്ട്. വോട്ടിങ് ചെയ്യാം നമ്മള്. നമ്മളിപ്പം ഒരു ബോട്ടിങ്ങിന് പോവാണ്. 6 പേരിലാണ് ഞങ്ങൾ പോകുന്നത്. വീണ കഴിഞ്ഞ വെള്ളത്തിൽ വെച്ച് പോകി. അതൊക്കെ ശരി. നമ്മൾ കേറാൻ പോവുകയാണ്. കസവിന്റെ തട്ടമിട്ട് പൊന്നിന്റെ കുറച്ച് വെയിലുണ്ടെന്നേ, പക്ഷെ അടിപൊളിയല്ലേ. ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങൾ വീണ്ടും ആ സ്ഥലത്തേക്ക് എത്തി ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മുടെ ട്രിപ്പിലെ പ്ലേസസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഗൈസ് നമ്മളങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.